ബി.ജെ.പിയുടെ പ്രധാന നേതാവായ പി.കെ. കൃഷ്ണദാസ് നടത്തിയൊരു പരാമർശമുണ്ട്. കേരളത്തിൽ UDF-ഓ LDF-ഓ അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദ് നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. ബി.ജെ.പി അപകടകരമാണെങ്കിൽ, അവരുടെ രാഷ്ട്രീയം, അവർ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം കേരളത്തിന് അപകടകരമാണെങ്കിൽ അവരെ ഒഴിവാക്കാൻ എന്തെങ്കിലും പദ്ധതി ഇവർക്കുണ്ട്. സാമുദായികമായിട്ടുള്ള സ്പർദ്ധകൾ, പലപ്പോഴും അപരമത വിദ്വേഷം ഒക്കെ ഈ ഡീലാരോപണത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ച് കടത്താനുള്ളൊരു ലൈസൻസാണ് പലർക്കും. ആ സംവാദത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഒരു സിനിമാ ഡയലോഗ് എടുത്ത് പറഞ്ഞിട്ട്, പോ മോനെ പിണറായി എന്നുള്ളൊരു പ്രയോഗം ഒരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയൊരു പ്രയോഗമാണ്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്, വോട്ടെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്? എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു? എത്രത്തോളം പൊതുജനങ്ങൾക്ക് ഗുണകരമായ ചർച്ചകളാണ് നടന്നത്? ഇതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമസ്കാരം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ വിഷയമാണ്. കേരളം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തുടങ്ങിയാൽ നിർത്താൻ ബുദ്ധിമുട്ടുള്ളൊരു ചർച്ചയാണ്. പലപ്പോഴും വലിയ ഗൗരവപരമായിട്ടുള്ള നടത്തപ്പെടേണ്ട ഒരു ചർച്ചയായതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇന്ന് പരിഗണിക്കാമെന്ന് വയ്ക്കുന്നത്. കേരളം ചർച്ച ചെയ്ത വിഷയങ്ങൾ, പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ പറഞ്ഞാൽ, ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത് ഡീലാണ്. ഡീലിനപ്പുറത്തേക്ക് കേരളം എന്തൊക്കെ ചർച്ച ചെയ്തു എന്ന് ചോദിച്ചാൽ, പ്രാദേശികമായി ഒരു പക്ഷേ, അല്ലെങ്കിൽ തദ്ദേശീയമായി ഓരോ മണ്ഡലങ്ങളിലും അതത് നേതാക്കൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാകാം. എങ്കിലും കേരളത്തിലൊരു പൊതുമേഖലയിൽ എങ്ങനെയാണ്, എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ, തീരെ ആശാസ്യകരമല്ലാത്ത, തീരെ ഗുണകരമല്ലാത്ത, നമ്മളൊക്കെ ഒരു പക്ഷേ കൗതുകത്തോടെ മാത്രം നോക്കാൻ പറ്റുന്ന, ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ എന്ന് ചോദിക്കാൻ തോന്നുന്ന ഒരു സാഹചര്യമാണുള്ളത്. സത്യത്തിൽ കേരളം ഇങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ടിയിരുന്നത്? കേരളത്തിലെ 3 മുന്നണികളാണ്, പ്രധാനമായും 2 മുന്നണികളാണ്. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF, പ്രതിപക്ഷത്ത് 10 വർഷമായി തുടരുന്ന UDF. ഇതാണ് ഈ അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന 2 മുന്നണികൾ. അപ്പുറത്ത് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള NDA-യും ഉണ്ട്. സ്വാഭാവികമായും കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്നത് അവർ മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോ തന്നെയാണ്, ഇലക്ഷൻ മാനിഫെസ്റ്റോ തന്നെയാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ആദ്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് അവർ എത്തിക്കേണ്ടിയിരുന്നത്. ഈ അടുത്ത 5 വർഷം അധികാരം ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയാൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിഷയമാണ് LDF മുന്നോട്ട് വയ്ക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ UDF ഇന്ന് LDF മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ, വികസന കാഴ്ചപ്പാടുകൾ, സാമൂഹിക ക്ഷേമത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ശരിയല്ല എന്നും, ഞങ്ങൾക്ക് വ്യത്യസ്തമായി എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു വികസന കാഴ്ചപ്പാടും ഒരു ക്ഷേമ കാഴ്ചപ്പാടും ഞങ്ങൾക്കുണ്ട് എന്നുള്ളതുമായിരുന്നു ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ ഈ മുന്നണികൾ മുന്നോട്ട് വയ്ക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ കണ്ടത് അങ്ങനെയല്ല. പലതരം വിവാദങ്ങളുടെ ഒരു വിളവെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ വികസനവും അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമവുമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിരുന്നതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അവരുടെ മാനിഫെസ്റ്റോ കാണുമ്പോൾ. മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDF-ഉം വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ അവരുടെ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കേരളത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കേരളം എത്തി നിൽക്കുന്നൊരവസ്ഥ അത്ര സുരക്ഷിതമായൊരവസ്ഥയല്ല. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല, കേരളം വലിയ തോതിലുള്ള ഇവരെത്ര പറഞ്ഞാലും, മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും എളുപ്പത്തിൽ പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ കേരളം നേരിടുന്നുണ്ട്. അതൊന്ന്, കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇവർ പറയുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കണമെങ്കിൽ കൃത്യമായി നമ്മുടെ ബജറ്റ് സ്ട്രോങ് ആയി നിർത്തേണ്ട ഒരു ആവശ്യകത ഉണ്ട്. സമ്പദ്ഘടനയെ സ്ട്രോങ് ആയി നിർത്തേണ്ട ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ മുൻ കേന്ദ്ര സർക്കാരുകൾ സ്വീകരിച്ച നയങ്ങൾക്ക് അപ്പുറത്തേക്ക് വലിയ തോതിൽ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുകയും കേന്ദ്രീകൃതമായ സമ്പദ് വ്യവസ്ഥയെ കൊണ്ടുവരാനുമൊക്കെയാണ് ഇന്ന് നിലനിൽക്കുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഇതിന് പരിഹാരം കാണണമെന്ന് അങ്ങനെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ പറയുന്ന വികസനവും ഇതൊക്കെ നടപ്പാക്കാൻ കഴിയുള്ളൂ. കേന്ദ്രത്തിൻ്റെ ഈ ഞെരുക്കലിനെ കൂടി പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ ഇവർക്കുണ്ടോ? ഇവരാരും ഇത് പ്രസംഗിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
മറിച്ച് എന്താണ് പ്രചരിപ്പിച്ചത്? ഡീൽ ആരോപണമാണ് ആദ്യം ഉയർന്നത്. ഈ ഡീലാരോപണം പറയുമ്പോഴാണ് ഡീലാരോപണത്തിൽ ഒളിപ്പിച്ച് കടത്തുന്ന അപകടകരമായ പല പ്രവണതകളും നമ്മൾ പറയാതെ വയ്യ. ഡീലാരോപണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വയനാട് ഫണ്ട് വിവാദമോ മറ്റെന്തെങ്കിലും ഒരു വിവാദങ്ങൾ എടുക്കാം. ഇപ്പോൾ CPM-നെതിരെ ഉയർന്ന പല മണ്ഡലങ്ങളും ഉയർന്ന വിവാദങ്ങളോ വിമത നീക്കങ്ങളോ അതുപോലൊന്നും അല്ല. ഡീൽ ആരോപണത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് കടത്തുന്നത് സാമുദായികവുമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഭീഷണികൾ, സാമുദായികമായിട്ടുള്ള സ്പർദ്ധകൾ, പലപ്പോഴും അപരമത വിദ്വേഷം ഒക്കെ ഈ ഡീൽ ആരോപണത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ച് കടത്താനുള്ളൊരു ലൈസൻസാണ് പലർക്കും. അതായത് ഇപ്പോൾ പാലക്കാട്ടത്തെ ഡീൽ ആരോപണം CPM-നെതിരെ ആദ്യം എനിക്ക് തോന്നുന്നത് UDF ആദ്യമായി കൊണ്ടുവന്ന ഒരു ഡീൽ ആരോപണം അല്ലെങ്കിൽ ഡീൽ ആരോപണത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പാലക്കാട്ട് നിന്നാണ്. പാലക്കാട് CPM-നെതിരെ 10 മണ്ഡലങ്ങളിൽ ഡീലുണ്ടെന്നായിരുന്നു അതെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ തുടർച്ചയായിട്ട് കൊണ്ടിരുന്നു. ഡീൽ ആരോപണം പുരോഗമിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പല സ്ഥലത്തും ഭീകരമായിട്ടുള്ള വംശീയ പരാമർശങ്ങളടക്കം നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പല സ്ഥലങ്ങളിലും അത് ഇസ്ലാമോഫോബിയയ്ക്ക് കാരണമാകുന്നു. ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ച് ഇപ്പം കാസർഗോഡ് വനിതാ ലീഗ് നേതാവിൻ്റെയൊക്കെ മുനാഫിക് പ്രയോഗമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായി. അതേപോലെ ഇവിടെ കോഴിക്കോട് തന്നെ വലിയ രീതിയിലൊരു ചർച്ചയായിരുന്നു കൗമിലെ കുട്ടി വിവാദമൊക്കെ പേരാമ്പ്രയിൽ. അപ്പോൾ പല രീതിയിലും പിന്നെ ചില സംഘടനകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരുതരം ഇസ്ലാമോഫോബിക് അതെ 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 ഈ ഡീലിനിടയ്ക്ക് ബി ജെ പിക്കെതിരെയാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നതെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. BJP അപകടകരമാണെന്നാണല്ലോ ഈ അതെ പക്ഷേ LDF-ഉം പറയുന്നത്. അതുകൊണ്ട് ഇവരുമായി ഡീൽ ഉണ്ടാക്കുന്നത് ശരിയല്ല. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? BJP അപകടകരമാണെങ്കിൽ അവരുടെ രാഷ്ട്രീയം, അവർ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയം കേരളത്തിന് അപകടകരമാണെങ്കിൽ അവരെ ഒഴിവാക്കാൻ എന്തെങ്കിലും പദ്ധതി ഇവർക്കുണ്ടോ? സത്യത്തിൽ ഈ ഡീൽ ആരോപണം BJPക്ക് 10 വോട്ട് കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ്. BJPക്ക് വേണ്ടി BJPയെ പ്രോത്സാഹിപ്പിക്കുന്ന, BJPക്ക് കാശില്ലാതെ പ്രചരണം നടത്തി കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല മണ്ഡലങ്ങളിലും. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു ബാക്കിയായിട്ട് വേണം നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ പ്രചരണ പോസ്റ്റർ നമ്മൾ കാണാൻ. കൃത്യമായിട്ട് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഗുരുവായൂരിൽ ഈ പറയുന്ന മുസ്ലിം സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുള്ളത്, ഗുരുവായൂരിൽ എന്തുകൊണ്ട് ഒരു ഹൈന്ദവ ഒരു സ്ഥാനാർത്ഥി വേണം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണെന്ന് ആലോചിക്കണം. വലിയ നവോത്ഥാന ചരിത്രമുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി ജാതി നിർണ്ണയിച്ച് വോട്ട് പിടിക്കാൻ ഇറങ്ങുകയാണ്. ജാതി മാത്രമല്ല, അതൊരു തരം കമ്മ്യൂണലി പോളറൈസ് ചെയ്യുന്നൊരു അതാണ് നടക്കുന്നത്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായ ഒരാൾ അവിടെ നടത്തിയത്, ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ആ നടയിൽ നിന്നുകൊണ്ട് നടത്തിയത് വലിയ തോതിലുള്ള കമ്മ്യൂണലി പോളറൈസ് ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു അത്. പക്ഷേ ആ നിലയിൽ കേരളം അതിനെ നേരിട്ടോ എന്നുള്ള, ഈ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയാൽ എവിടെ എത്തും കേരളത്തിൻ്റെ അവസ്ഥ? ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഹിന്ദുക്കളുണ്ടോ? ഹിന്ദു MLA-മാരുണ്ടോ? അല്ലെങ്കിൽ നാളെ വൈക്കത്ത് ഹിന്ദു MLA-മാരാണോ? അല്ലെങ്കിൽ ഇതിങ്ങനെ ഓരോ പ്രദേശവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെയെല്ലാം ഹിന്ദു MLA-മാർ മാത്രമേ, അല്ലെങ്കിൽ മുസ്ലിം MLA-മാർ മാത്രമേ പാടുള്ളൂ, ക്രൈസ്തവ MLA-മാർ മാത്രമേ പാടുള്ളൂ എന്നൊക്കെയുള്ളത് സമൂഹത്തെ എന്തുമാത്രം വർഗീയമായി വിഭജിക്കുന്നൊരു സംഗതിയാണ് എന്നാലോചിക്കണം. മാത്രമല്ല ഇതിൻ്റെ ആരോപണത്തിൻ്റെ ഒരു മുന തിരിച്ചുവിടുന്നത് ഒരുതരം ഇസ്ലാമോഫോബിക്കായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വിദ്വേഷ പ്രചാരണമായിട്ടാണ്. ഡീലാരോപണം പറയുമ്പോഴേ ഡീലാരോപണം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മൊത്തത്തിലുള്ള വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ചെയ്തായിട്ടൊന്നും അല്ല. നമ്മളത് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. തുറന്നു നോക്കി കാണിക്കുകയാണ് നമുക്ക് മനസ്സിലാവുക. ഡീലാരോപണം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള പ്രത്യേക സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ ചില പ്രത്യേക നിലപാടുകൾ സ്വീകരിച്ച് അപ്പുറത്തെ സ്ഥാനാർത്ഥിക്കൊപ്പം പോകുന്ന രീതിയിൽ ഒരു നീക്കുപോക്ക്. ഡീലാരോപണം ഇവർ ഉന്നയിച്ചുവെങ്കിലും, പ്രതിപക്ഷവാദ്യം ഉന്നയിച്ചുവെങ്കിൽ അവർ മാത്രമല്ല ഉന്നയിച്ചത്, അവർ തിരിച്ചും ഇവർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഡീലാരോപണം UDF-നെതിരെയും ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പല സ്ഥലങ്ങളിലും ഇവർ ഡീലുണ്ട്. അതുപോലെ തന്നെ മഞ്ചേശ്വരത്ത് ഡീലുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ഡീലാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചത്. ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഇവരെന്താണ് ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനും CPM ഒക്കെ ചെയ്തത് പഴയ ചില കഥകൾ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവരും പഴയ കഥകൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അത് ചരിത്രത്തിൽ നിലനിൽക്കുന്ന ചില സംഗതികൾ. അടിയന്തരാവസ്ഥക്കാലത്ത് ശേഷം ജനസംഘവും പങ്കാളിയായ ജനതാ പാർട്ടിയും LDF-ഉം CPM-ഉം തമ്മിലുണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ച് അവർ പറയുന്നു. അതുപോലെ തന്നെ തിരിച്ചു പറയുന്നത് എന്താ, ഈ ബേപ്പൂരടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയ കോലീബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യത്തെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഇത്തരം ചില ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഉന്നയിക്കുന്നത്. മറിച്ചത് ഇവർ പറയുന്നത് പോലെ BJP അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം കേരളത്തിൽ വലിയൊരു ഭീഷണിയാണെങ്കിൽ അവരുടെ ജയസാധ്യതകളെ തടയാനുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കാൻ അവർക്ക് കഴിയുന്നില്ല.
മറിച്ച് അവർക്ക് വഴിയൊരു അവർക്ക് ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് വരുത്തി തീർക്കുവാണ്. അതെ, വലിയ രീതിയിൽ ഡീലുകൾ കൊണ്ട് നമ്മൾ ഈ ഡീൽ ഇത്രയും നീണ്ട ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ആരോപണം ഡീലാണ്. ഇനി ഡീലിന് ശേഷം എന്താണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഡീൽ ആരോപണത്തിന് ശേഷം ഒരു പക്ഷേ അല്പമെങ്കിലും പരിഗണന കിട്ടേണ്ടിയിരുന്നത് കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്കും, കേരളത്തിൻ്റെ നേരത്തെ അങ്ങ് നമ്മൾ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ കാർഷിക മേഖലയിൽ വലിയ നമ്മൾ കാർഷിക സംസ്ഥാനമായിട്ടുള്ള ഒരു എന്നാണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. എത്രത്തോളം കൃഷി നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും കൃഷി നടത്തുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ കുട്ടനാട്ട് പല മേഖലകളിലും സാധാരണക്കാരായ ആളുകൾ പാട്ടത്തിനെടുത്ത് സ്വന്തം ഭൂമിയിലും പാട്ടത്തിനെടുത്ത ഭൂമിയിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷി ചെയ്യുന്ന വിളവെടുക്കുന്ന സമയത്ത് നെല്ല് ഏറ്റെടുക്കാൻ കഴിയാതെ വരമ്പത്തിട്ട് ചീഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. നെല്ല് മില്ലുകളിലേക്ക് കൊണ്ടുപോകാൻ അല്ല, സംഭരണം വൈകിപ്പിക്കുന്നതിൽ നെല്ല് സംഭരണം വൈകിപ്പിക്കുന്നതിൽ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പറയുന്ന പ്രശ്നം, അതായത് അലംഭാവം, അത് കഴിഞ്ഞ കുറേ സർക്കാരുകളായിട്ട് ഈ അലംഭാവം കർഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യസമയത്ത് നെല്ല് സംഭരിക്കാതെ പ്രൈവറ്റ് സ്വകാര്യ മില്ലുകൾക്ക് കൃത്യമായിട്ട് നെല്ല് വാങ്ങാനുള്ള, വില കുറച്ച് വാങ്ങാനുള്ള സമ്മർദ്ദം പ്രയോഗിക്കാനുള്ള ഒരു വഴി കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തെങ്കിലും വഴി അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ആരും ചർച്ച ചെയ്യുന്നുമില്ല. അതായത് മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ കുട്ടനാട്ടിലോ പാലക്കാടും കുട്ടനാടുമാണ് ഇപ്പോൾ അത്യാവശ്യം കൃഷിയെങ്കിലും ബാക്കിയുള്ളത്. മറ്റ് സ്ഥലങ്ങളിലോ ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ കേരളം മുഴുവൻ കൃഷി വ്യാപിപ്പിക്കണം, മട്ടുപ്പാവിൽ കൃഷി ചെയ്യണമെന്നൊക്കെ മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തെങ്കിലും അതൊന്നും പ്രായോഗികമായി സംഭവിച്ച കാര്യമല്ല. ഇപ്പോഴും തരിശുഭൂമിയാണ് കേരളത്തിൽ വ്യാപകമായി. തരിശുഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിഭൂമി പാഴായി കിടക്കുകയാണ്. ഇതിനെന്താ നമുക്ക് കാർഷിക സ്വയം പര്യാപ്തതയിൽ ഒരു പങ്കെങ്കിലും നമുക്ക് നിർവഹിക്കാൻ പറ്റും, അതിനെന്തെങ്കിലും പ്രായോഗികമായ നടപ്പാക്കാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചർച്ച ചെയ്യുന്നില്ല. ഇനി തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായി ഇപ്പോഴും തുടരുകയാണ്. അഭ്യസ്തവിദ്യരായ കേരളത്തിൽ പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകുമെന്ന് മാനിഫെസ്റ്റോയിൽ LDF പറയുന്നുണ്ട്, UDFും പറയുന്നുണ്ട്, ചില തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇതിനൊക്കെ പ്രായോഗികമായ എന്ത് നടപടികളുണ്ട്? അത് കേരളത്തോട് പറയാൻ അവർക്ക് കഴിഞ്ഞോ? അവർ പറഞ്ഞിട്ടുണ്ടോ? അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അവരത് ചെയ്തിട്ടില്ല. മറിച്ച് ഓരോ ഘട്ടങ്ങളിലും ഇനി നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധി, വലിയ പ്രതിസന്ധി വിദ്യാഭ്യാസ മേഖല ഇന്ന് നേരിടുന്നുണ്ട്. അത് കരിക്കുലത്തിൽ മാത്രമല്ല, ഇത് പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് നമ്മളിതൊരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ് ഇന്ന്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല അങ്ങനെയാണ്. നമുക്കതിന് കോമ്പീറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് കൂടുതൽ ആയി പോകുന്നു? അവർക്ക് ഇവിടെ പഠിച്ച് പുറത്തിറങ്ങിയാൽ ഇവിടെ തൊഴിൽ കിട്ടാനുള്ള സാഹചര്യമുണ്ടോ? ഇവർക്കെല്ലാം തൊഴിൽ കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഏത് മേഖലയിൽ തൊഴിൽ കൊടുക്കും? ഇനി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുണ്ടല്ലോ, സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും നമ്മൾ 10-40 കൊല്ലം പഴക്കമുള്ള കോഴ്സുകളൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള ഗുണനിലവാരമുള്ള കോഴ്സുകൾ പോലും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. യൂണിവേഴ്സിറ്റികളിൽ പലതരത്തിലുള്ള ക്യാമ്പസുകളുണ്ട്. പലതരം ക്യാമ്പസുകളിലും പഴയ പഴക്കം ചെന്ന പഴയ സിലബസിലുള്ള പഴയ കോഴ്സുകൾ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് പഠിച്ച് കുറേ കുട്ടികൾ അവരുടെ ജീവിതം നശിപ്പിക്കുന്നു എന്നാണ് പലരും തമാശയായിട്ട് പറയാറുള്ളത്. ഇങ്ങനെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു കോമ്പറ്റൻസി, അതിനുള്ളൊരു കാലിബർ ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ പലപ്പോഴും കേരളം ഇപ്പോൾ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിന് തന്നെ വിദേശത്തേക്ക് പോകുക എന്നുള്ളതാണ്. പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോകുന്നു, ഒരു തൊഴിൽ കണ്ടെത്തുന്നു, അവനവിടെ സെറ്റിലാവുന്നു. കേരളത്തിലേക്ക് മടങ്ങി വരാൻ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി നമ്മുടെ കേരളത്തിൻ്റെ സാധ്യതകൾ പലതുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ പരമ്പരാഗതമായ ഒരുപാട് വ്യവസായ മേഖലകളുണ്ട്. അത് അടിസ്ഥാനപരമായ ചില മേഖലകളാണ്. ഒന്ന് കയർ, കശുവണ്ടി, കൈത്തറി, കരകൗശല മേഖലയിലുള്ള വലിയ ആറന്മുള കണ്ണാടിയെക്കുറിച്ച് നമ്മൾ വലിയ ആരെങ്കിലും വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആറന്മുള കണ്ണാടിയാണ് നമ്മുടെ ഒരു കരകൗശലത്തിൻ്റെ ഒരു വലിയ മികവായി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതി വരുമ്പോഴോ പ്രധാനമന്ത്രി വരുമ്പോഴോ ഒക്കെ. പക്ഷേ ആ മേഖലകളിൽ ഇന്ന് നേരിടുന്ന വലിയ തൊഴിൽ പ്രതിസന്ധിയുണ്ട്. ആ മേഖലകൾ പലതും മുന്നോട്ട് പോകാൻ കഴിയും. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ജനവിഭാഗങ്ങളുണ്ട്. കേരളത്തിന് വളർത്താൻ കഴിയുന്ന, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ചില തൊഴിൽ മേഖലകളാണ്. ഇതിനെ ആധുനികവൽക്കരിക്കുകയും അതിനെ കൂടുതൽ മാർക്കറ്റിലേക്ക് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും പദ്ധതികൾ ഇവർക്കുണ്ടോ? എല്ലാവരും തുണി കൊടുക്കുന്നുണ്ട്, പക്ഷേ കേരളത്തിൻ്റെ കൈത്തറി, ഇത്തരം ഖാദി, ഇത്തരം മേഖലകൾക്ക് കുറച്ചുകൂടെ ചില സർക്കാരുകൾ വരുമ്പോൾ ചില പ്രോത്സാഹനം സബ്സിഡി കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ആ സബ്സിഡി പോലും പലപ്പോഴും വ്യാജമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പല തുണിത്തരങ്ങളും ഈ ഖാൻഡെക്സിൻ്റെ കൈത്തറി സബ്സിഡി വാങ്ങിയിട്ട് കേരളത്തിൻ്റെ മാർക്കറ്റിലെത്തുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന തുണികൾ. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം, ഈ മേഖലകളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് കഴിയും? അല്ലെങ്കിൽ ഈ ടൂറിസത്തെയും കൃഷിയെയും ഒക്കെ സമന്വയിപ്പിക്കുന്ന തരത്തിൽ കുറേ കൂടെ ആളുകൾക്ക് തൊഴിൽ നൽകാൻ പറ്റുന്ന എന്തെങ്കിലും മേഖലകളുണ്ടോ?
ഈ തൊഴിൽ നൽകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഈ കോവിഡിൻ്റെ കാലത്തും അതുപോലെ തന്നെ ഈ മറ്റേ നോട്ട് നിരോധനത്തിൻ്റെ കാലത്തും ഒക്കെ ഉണ്ടായിരിക്കുന്ന വലിയ തൊഴിൽ നഷ്ടം ഗ്രാമീണ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളിൽ, ഇപ്പോൾ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഒന്നാണെന്നൊക്കെ പറഞ്ഞാലും ഇപ്പോഴും പല മേഖലകളും പിന്നോക്കാവസ്ഥയിൽ കഴിഞ്ഞ പല മേഖലകളും കേരളത്തിലുണ്ട്. ആദിവാസി ദലിത് വിഭാഗങ്ങൾ ജീവിക്കുന്ന പല മേഖലകളുമുണ്ട്. കേരളത്തിൽ ഇപ്പോഴും ഈ ഇത്തരം ആളുകളുടെ തൊഴിൽ നഷ്ടങ്ങളെക്കുറിച്ച് കേരളം കാര്യമായി ചർച്ച ചെയ്യുന്നില്ല. ഇത് പറയുമ്പോഴാണ് ഇപ്പോൾ ചർച്ചയാവേണ്ടിയിരുന്ന ഗൗരവതരമായ ഒരു വിഷയമാണത്. കാരണം ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗൾഫിലൊക്കെ വലിയ രീതിയിലുള്ള തൊഴിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. വലിയൊരു വിഭാഗം ജനം ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവർ പല ആളുകൾക്കും ഘട്ടങ്ങളായി തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഇറാൻ യുദ്ധം ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പലപ്പോഴും തിരിച്ചു പോക്ക് തന്നെ കുറച്ച് മന്ദീഭവിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഇനിയും ഈ യുദ്ധം എത്ര കാലം നീണ്ടു നിൽക്കും നമുക്കറിയില്ല. തൽക്കാലം ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ശാശ്വതമാണെന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇറാനും അമേരിക്കയും ഒക്കെ അവരവരുടെ നിലപാടുകൾ പ്രത്യാഘാതമുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ഈ മനുഷ്യർ, ഇവരുടെ പുനരധിവാസം, ഇവരുടെ തൊഴിൽ, ഇതൊക്കെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വിഷയങ്ങളൊക്കെ എത്ര കണ്ട് ചർച്ച ചെയ്ത് നോക്കിയാൽ പരിഹാരം ഈ വിഷയമൊന്നും ചർച്ചയാവുക പോയിട്ട് ഇത് കണ്ടില്ലെന്ന് അടിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇവർ പരസ്പരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഡീലാണ്. ഇനി ഡീല് മാത്രമല്ല, നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ വന്ന ഒരു ചർച്ച കൂടിയുണ്ട്. അതായത് തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി കേരളത്തിൽ വന്ന് പറയുകയാണ്, കേരളത്തിലെ ഇത് ശരിയല്ല, കേരളത്തിലേക്കാളും വലിയ വികസനവും സാമൂഹ്യക്ഷേമവും ഒക്കെ തെലങ്കാനയിൽ ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്, അങ്ങോട്ട് വന്നാൽ മുഖ്യമന്ത്രി കാണിച്ചു കൊടുക്കാം. അതൊക്കെ ശരിയാണ്, ഒരു ആരോഗ്യകരമായൊരു സംവാദമാണ്. പക്ഷേ ആ സംവാദത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ഒരു സിനിമാ ഡയലോഗ് എടുത്ത് പറഞ്ഞിട്ട്, പോ മോനെ പിണറായി എന്നുള്ളൊരു പ്രയോഗം ഒരു മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയൊരു പ്രയോഗമാണ്. ഒട്ടും ആരോഗ്യകരമായൊരു പ്രയോഗമേ ആയിരുന്നില്ല, അനാവശ്യമായൊരു പ്രയോഗമായിരുന്നു. അത് അദ്ദേഹം രേവന്ത് റെഡ്ഡി കണ്ടുപിടിച്ചു കൊണ്ടുവന്ന വാചകമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് കേരളത്തിലെ ഒന്നുകിൽ കോൺഗ്രസ് പ്രചാരണം ഏൽപ്പിച്ചിരിക്കുന്ന ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ കൊടുത്തിരുന്ന ഒരു തഗ് ഡയലോഗ്, ഒരു സിനിമ ഡയലോഗ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം അറിയാമോ എന്നറിയില്ല. എന്തായാലും അത് വളരെ നിരുത്തരവാദപരമായൊരു പ്രചാരണമായിരുന്നു കേരളത്തിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ മേലെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇനി അതിന് മറുപടിയായി പിണറായി വിജയൻ നടത്തിയതോ ഡാഷ് മോനെ എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ളൊരു പ്രയോഗമാണ് നടത്തിയത്. ആ രേവന്ത് റെഡ്ഡിക്ക് മറുപടിയൊക്കെ കൊടുക്കണം, പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ നിലവാരം രേവന്ത് റെഡ്ഡിക്കും മറുപടി കൊടുത്ത പിണറായി വിജയനും നിലനിർത്താൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിൽ അനാരോഗ്യകരമായ രേവന്ത് റെഡ്ഡി വീണ്ടും അത് തന്നെയാണ്. അപ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും ആ പ്രയോഗം അദ്ദേഹം ലെറ്ററിൽ ഔദ്യോഗികമായിട്ടുള്ള കത്തിൽ ഇത് എഴുതി കൊടുക്കുകയാണ്. ഇതിൻ്റെ പുറമെ അദ്ദേഹം ഇത് പ്രസംഗത്തിൽ പറയുകയാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അങ്ങ് നേരത്തെ പറഞ്ഞ ഇത് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഞാൻ അവരെ വിവേകികൾ എന്ന് പറയാം, അവിവേകികളായിട്ടുള്ള ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ എഴുതി കൊടുത്താൽ അതിലവർ വീണ്ടും അതിനെ ന്യായീകരിക്കുന്നു. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന്, അതായത് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിലൊക്കെ ഉപരി 70 വയസ്സായൊരു മനുഷ്യനാണ്. 80 വയസ്സായ, അതെ, മുതിർന്നൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലെങ്കിലുമുള്ള ഒരു മാന്യത നമ്മൾ അങ്ങനെയുള്ളവരോട് കാണിക്കണം. ഒരു മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രിയോട് കാണിക്കേണ്ടതുണ്ട്. ഇനി തെലങ്കാന മോഡൽ, ഇപ്പം ഞാൻ തെലങ്കാന കഴിഞ്ഞ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വരുന്ന സമയത്ത് തെലങ്കാനയിൽ പോയി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നൊരു ആളാണ്. അപ്പോൾ തെലങ്കാന കേരളത്തോട് ഏതെല്ലാം തരത്തിൽ കിടപിടിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ തെലങ്കാന ഏറെ പിന്നിൽ നിൽക്കുന്നത് ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അതിലേക്കൊന്നും നമുക്ക് സംവാദം കൊണ്ടുപോകണം. പക്ഷേ ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിനെ ഇത്ര ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ പരസ്പരം ഇൻസൾട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ആരൊക്കെ തന്നെയാണെങ്കിലും, തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിലും അല്ലാത്തതാണെങ്കിലും തീർത്തും അനബലഷണീയമാണ്, അത് മോശമാണ്. പക്ഷേ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു വിവാദം അല്ല, അതിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയും ഈ ഡാഷ് മോനെ എന്നുള്ള പരാമർശം ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് നിരക്കുന്നതല്ല എന്നുള്ളത് ശക്തമായ മറുപടി കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പരാമർശവും ഈ പറയുന്ന നാലാംകിട ഡയലോഗായി മാറി എന്നുള്ള. അല്ല, ഇത് ഞാൻ പറയുന്നത് ഈ തരത്തിലല്ല അത് വരേണ്ടത് അങ്ങനെ സംവാദം നടക്കും. ഇത് കുറച്ചുകൂടെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ, നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം, നമ്മൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയമൊക്കെ എന്ന് പറയുന്നത് പരസ്പരം വ്യക്തിപരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ സാമുദായിക ആരോപണങ്ങൾ. കേരളം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മതപരമായിട്ടും ജാതീയപരമായിട്ടുമൊക്കെ വലിയ രീതിയിൽ പോളറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതൊരു പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങൾക്കും സൈബർ സ്പേസിലുമൊക്കെ നടക്കുന്ന വലിയ ചർച്ചകൾക്കൊക്കെ അത് നമ്മൾ പറയാതെ പോകേണ്ട കാര്യമില്ല. കാരണം ഈ സൈബർ സ്പേസിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും സൈബർ പോരാളികൾ എന്ന് പറയുന്നത്
UDFൻ്റെ ആകട്ടെ LDFൻ്റെ ആകട്ടെ BJPയുടെ ആകട്ടെ അവരുണ്ടാക്കുന്ന വലിയ തോതിലുള്ള ഈ പറയുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഈ പറയുന്ന പോളറൈസേഷനെ സഹായിക്കുന്നതാണ്. മതപരമായ പോളറൈസേഷൻ, ജാതിപരമായ പോളറൈസേഷൻ, ഇതൊക്കെ വലിയ മോശപ്പെട്ടൊരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാക്കുന്നത്. പലപ്പോഴും ഈ സൈബർ സ്പേസുകൾ ആൻറ്റി ദളിത്, ആൻറ്റി മുസ്ലിം, ഈ ന്യൂനപക്ഷ സ്ത്രീ വിരുദ്ധതയൊക്കെയാണ് പച്ചയ്ക്ക് പറയുകയാണ്. ഇപ്പോൾ സണ്ണി കപ്പിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായ സമയത്ത് ആ വാർത്ത വന്ന മാധ്യമങ്ങളുടെ വാർത്ത കൊടുത്തിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഏത് തരത്തിലാണ് സണ്ണി കപ്പിക്കാട് എന്ന് പറയുന്ന വ്യക്തിക്കപ്പുറം ദളിത് സമൂഹങ്ങളെ, ഈ മതപരിവർത്തനത്തെ, ഇഷ്ടമുള്ള മതം ചൂസ് ചെയ്യാനുള്ള പൗരൻ്റെ അവകാശത്തെ ഒക്കെ എത്ര മോശമായിട്ടാണ് അധിക്ഷേപിച്ചുകൊണ്ട് പ്രബുദ്ധ കേരളം രംഗത്ത് വന്നു എന്നുള്ളതാണ്. ഇത്ര മോശമായൊരു നിലവാരത്തിലേക്ക് നമ്മൾ പോകുന്നു. വളരെ മോശമായി, വളരെ ഗുണനിലവാരമില്ലാത്ത തരത്തിൽ നമ്മൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് ഈ വാഹനങ്ങൾ ഓൾട്ടർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം. അപ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്ത് 7 ലക്ഷത്തിലധികം ആളുകളൊക്കെയാണ് അറ്റ് ടൈം ഈ വാർത്തയോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകരായ നമ്മളൊക്കെ വലിയ ഗൗരവതരത്തിൽ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗൗരവതരത്തിലുള്ള വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റിസാൽ അപ്ഡേറ്റിൻ്റെ തന്നെ പല ചർച്ചകളും നമ്മൾ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ ഗൗരവതരമായിട്ടുള്ള ആളുകൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറ്. അപ്പോൾ ഇത് കാണുമ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിരുന്നത് നമ്മളൊരു പാരലൽ യൂണിവേഴ്സിലാണോ ജീവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം സാധാരണക്കാരായ ആളുകൾ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരാവില്ല, വാഹനം കൈകാര്യം. അതെ, പക്ഷേ വർഗത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ സൈബർ സ്പേസിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. അല്ല, വേറൊരു വിഷയമുണ്ട്. ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ UDF മാനിഫെസ്റ്റോയിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായൊരു സംഗതിയാണ്. ഇപ്പോൾ 5.5 ലക്ഷം ഏക്കർ ഭൂമി അനധികൃതമായി തോട്ടങ്ങളുടെ കയ്യിലുണ്ടെന്നും ആ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനം ഇവരുടെ മാനിഫെസ്റ്റോയിലുണ്ട്. ഇത് വളരെ കാലമായി കേരളത്തിലെ ഭൂരഹിതരായ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ദലിതരും ആദിവാസികളും ഭൂരഹിതരുമായി ചേരിയിലൊക്കെ ഇപ്പോഴും കിടക്കുന്ന ആളുകൾക്ക് ഭൂമിയില്ല. ലൈഫ് മിഷൻ അതിൻ്റെ പരിഹാരം പക്ഷേ എനിക്ക് തോന്നുന്നത് VS സർക്കാരിൻ്റെ കാലത്ത് മുന്നോട്ട് വെച്ചൊരു കാര്യം തന്നെ ആയില്ല. അതിനുശേഷമുള്ള രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഈ പറയുന്ന തോട്ടം മേഖലയിലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കൈവശം അനധികൃതമായിരിക്കുകയാണ്, ഈ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞത് സർക്കാർ നിയോഗിച്ച രാജമാണിക്യം കമ്മിറ്റിയായിരുന്നു. അത് UDF സർക്കാരിൻ്റെ കാലത്തായിരുന്നു അത് വരുന്നത്. അന്നത് കുറേ മുന്നോട്ട് പോകുകയും നിയമപ്രശ്നങ്ങളായി അത് കോടതിയിൽ വരികയും LDF സർക്കാരിൻ്റെ കാലത്ത് അത് കോടതിയിൽ സർക്കാരിൻ്റെ വാദങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അത് നടപ്പായിട്ടില്ല. ഞാൻ പറയുന്നത് ഇത് നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളത്. ആ വിഷയം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കാൻ ഈ ഭൂരഹിതരായ തെരുവിൽ കിടക്കുന്ന ചേരികളിൽ കിടക്കുന്ന ആളുകളോട് പറയാൻ ഏതെങ്കിലും പാർട്ടികൾക്ക് കഴിയുന്നുണ്ടോ? UDFന് കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരത് പ്രചരിപ്പിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ മാനിഫെസ്റ്റോയിൽ ഒരു സാധനം എഴുതി ചേർത്തു. ഇനി ഇവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില വ്യവസായ സംരംഭകത്വം നൽകും എന്നൊക്കെ ഉള്ളതൊക്കെ ഇതൊന്നും ഒരിടത്തും ഇവരാരും പ്രചരിപ്പിക്കുന്നില്ല. ഇനി BJP ആണ് കേരളത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ BJP കേരളത്തിൽ ഈ കൊണ്ടുവരാൻ പോകുന്ന ഐശ്വര്യത്തിൻ്റെ ചില ലക്ഷണങ്ങൾ BJPയുടെ പ്രധാന നേതാവായ PK കൃഷ്ണദാസ് നടത്തിയൊരു പരാമർശമുണ്ട്. കേരളത്തിൽ UDFO LDFO അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദ് നടപ്പാക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ മതപരിവർത്തന നിയമങ്ങൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ഉണ്ട് എന്ന് ഇവർ പറയുന്ന വിഷയത്തിൻ്റെ പേരിലാണ് അവരവിടെ പലയിടത്തും നിയമനിർമ്മാണങ്ങൾ നടത്തിയത്. ലവ് ജിഹാദ് നടത്തുന്നു, മുസ്ലിങ്ങൾ ഹൈന്ദവരെയും ക്രൈസ്തവരെയും നിർബന്ധിത മതപരിവർത്തനം ചെയ്ത് അവരെ കൂട്ടിച്ചേർക്കുന്നു, ഭീകരപ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒക്കെയുള്ള വ്യാജമായ ആരോപണം. അല്ല, ഇത് പറയുമ്പോഴാണ് ഒരു കാര്യം കൂടെ ഇതിൽ കൂടെ കൂട്ടിച്ചേർക്കാം. നമുക്ക് ഈ ശോഭാ കരന്തലജെ പ്രചാരണത്തിലെത്തിയിരുന്നു കേരളം. ഞാനത് പറയാൻ കാരണം കേരളത്തിലെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും പാർലമെൻറ്റും ഇല്ല എന്ന് ഒരു സംഗതിയാണ് ഇവരിത് കൊണ്ടുവന്നത്. ഈ PK കൃഷ്ണദാസ് ഉന്നയിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ശോഭാ കരന്തലജെ പറയുന്നത്. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഇതിനോടൊപ്പം തന്നെ ബിസിനസ് ജിഹാദ് വരെ ഇവിടെ കേരളത്തിലുണ്ടെന്നുള്ളതാണ്. സർവത്ര ജിഹാദാണ് കേരളത്തിൽ. അപ്പോൾ ഒരു പക്ഷത്ത് കേരളത്തെ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒടുക്കം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എത്തുകയാണ്. കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമാണെന്ന് ഈ വ്യാപിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ്, കേരളത്തിലെ ഒരു MP ആയിരുന്ന ആൾ, കേരളത്തെ നന്നായി അറിയുന്ന ഒരാൾ, കേരളത്തിൻ്റെ ഒപ്പം ഒരു 5 കൊല്ലമെങ്കിലും സഞ്ചരിച്ച ഒരാൾ, ഇപ്പോഴും നമ്മുടെ പ്രമുഖ മണ്ഡലങ്ങളിലൊക്കെ പ്രചാരണത്തിന് എത്തിയ ഒരാൾ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ പറയുകയാണ് കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമാണ്. ഇത്തരത്തിലുള്ള
അവഹേളനങ്ങളും വൈകാരികമായിട്ടുള്ള പൊട്ടിത്തെറികളും ആരോപണങ്ങളും ഗ്രഡ്ജസും ഒക്കെയാണ് നമുക്ക് മുമ്പിൽ ചർച്ചയായത്. ആ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഗ്യാരണ്ടി 5 ഗ്യാരണ്ടികൾ പോലും അല്ല പറയുന്നത്. കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമായി മാറി. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ. പക്ഷേ കേരളം മയക്കുമരുന്ന് ഗൗരവമായി കാണേണ്ട വിഷയം പൊതുവേ ഉള്ള ഒരു ട്രെൻഡ്. കേരളത്തിൽ കുറച്ചുകൂടെ വ്യാപകമായി മയക്കുമരുന്നുണ്ട് എന്നൊക്കെയുള്ള സത്യമാണ്. കുട്ടികൾക്കിടയിൽ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല എന്നുള്ളതും ഒരു സത്യമാണ്. കേരളത്തിൽ കുറച്ചുകൂടെ ശക്തമായ ചില വേരുകളുണ്ട് എന്നുള്ളത് അത് പരിഹരിക്കപ്പെടേണ്ട കാര്യവുമാണ്. ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്തി. പക്ഷേ നമ്മളെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കാതെ പോയിക്കൂടാ. ഈ കുട്ടികൾക്കിടയിലുള്ള മയക്കുമരുന്ന് അടക്കമുള്ള ഇത്തരം കാര്യങ്ങളെ സമർത്ഥമായി നേരിടാൻ വേണ്ടിയിട്ട് മാറി വന്ന കേരളത്തിൻ്റെ സർക്കാരുകൾ കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്കുണ്ട്. പക്ഷേ അത് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളാണ്. പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് നിലനിൽക്കുമ്പോൾ അത് എത്രത്തോളം അങ്ങ് പറഞ്ഞ പോലെ എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഒരു വിഷയം. എഫക്റ്റീവ് അല്ല എന്നുള്ള കാര്യമൊക്കെ സത്യമാണ്. പക്ഷേ ഒരു ദേശീയ നേതാവ് വന്നിട്ട് കേരളം മയക്കുമരുന്നിൻ്റെ തലസ്ഥാനമാണെന്നൊക്കെ ആക്ഷേപിച്ച് പോകുന്നത് ഗുരുതരമായ പ്രസ്താവനയാണ്. അതിന് പകരം അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ യു ഡി എഫിനോട് കൃത്യമായി നിർദ്ദേശിക്കുക, ഇത്തരമൊരു പദ്ധതിയെ, ഇത്തരം ഈ മയക്കുമരുന്ന് വ്യാപനത്തെ തടയാൻ ശക്തമായി ഞങ്ങളുടെ ഗവൺമെൻറ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത് വി ഡി സതീശൻ പലതരത്തിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം മയക്കുമരുന്നുള്ളത് കേരളത്തിൽ നേരിടുന്നൊരു വലിയ പ്രശ്നമാണ്. അതിന് ഞങ്ങൾ വന്നാൽ അതിൻ്റെ സോഴ്സിനെ ഇല്ലാതാക്കും, അതിൻ്റെ വിതരണ ശൃംഖലയെ നേരിടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നിരുത്തരവാദപരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള വിവാദങ്ങളുടെ ഒരു വിളവെടുപ്പ് നടത്താനാണ് ഈ മുന്നണികളും പാർട്ടികളും ഒക്കെ തന്നെ ശ്രമിച്ചത്. അത് കേരളം പോലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ ഇലക്ഷൻ പ്രചാരണം നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഇത്തരം പലതരത്തിൽ പക്ഷേ ഈ BJPക്കാർ വന്നതിന് ശേഷമുണ്ടായ ചില സംഗതികൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ ഇന്നത്തെ ദിവസം പണം വിതരണം ചെയ്തു എന്നുള്ളൊരു വാർത്ത പാലക്കാട് നിന്ന് വരുന്നുണ്ട്. വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തു, കിറ്റ് വിതരണം ചെയ്തു എന്നുള്ള വാർത്ത സ്ഥാനാർത്ഥി വണ്ടിയിലിരിക്കുമ്പോൾ. അതെ, പാലക്കാട് തൃശ്ശൂരിൽ നിന്ന് കിറ്റ് വിതരണം ചെയ്തു എന്നുള്ള വാർത്ത, തിരുവനന്തപുരത്ത് നിന്ന് മദ്യം വിതരണം ചെയ്യുന്നു, ഒരു പാർട്ടി ഓഫീസിൽ മദ്യം വിതരണം ചെയ്യാൻ സൂക്ഷിച്ചത് എക്സൈസ് പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത. അപ്പോൾ ഇതൊക്കെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? നാണക്കേടാണ് സംസ്ഥാനം. കേരളത്തിന് യഥാർത്ഥത്തിൽ നാണക്കേടാണ്. അപ്പോൾ ഈ മുന്നണി ഭേദമന്യേ യഥാർത്ഥത്തിൽ വളരെ നിലവാരം കുറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് ഒരർത്ഥത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയത്. അത് ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ഭരിക്കുന്ന സർക്കാരുകളെയും പ്രതിപക്ഷത്തെയും ആരോഗ്യകരമായി വിമർശിച്ചുകൊണ്ട് ഞങ്ങളാണ് മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുന്നതിന് പകരം ചില പെരിഫറലായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനാരോഗ്യകരമായൊരു ആരോപണ പ്രത്യാരോപണം, സംവാദം നമുക്ക് അതിനെ പറയാൻ കഴിയില്ല, ആരോപണ പ്രത്യാരോപണങ്ങളും തർക്കങ്ങളുമൊക്കെ ഉന്നയിക്കുകയാണ് യഥാർത്ഥത്തിൽ. പലരും ശ്രമിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തീരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ കൂടെ പറയാതിരിക്കാൻ കഴിയില്ല. അതിലൊന്ന് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വീകരിച്ച ഒരു സംഗതിയുണ്ട്. ബാനറുകളൊക്കെ ഒഴിവാക്കി, സൈക്കിൾ അതിൽ വലിയ തോതിലുള്ള ഫ്ലെക്സ് പ്രചാരണം ഒഴിവാക്കി, വാഹനങ്ങളുടെ പ്രചാരണം ഒഴിവാക്കി, ഏറ്റവും സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചാരണം. അത് വീട് വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അദ്ദേഹം മാണി കാപ്പനും ആ ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹത്തിൻ്റെ അവസാന കൊട്ടിക്കലാശം എന്ന് പറഞ്ഞ ഏർപ്പാട് ഞങ്ങൾ നടത്തുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ പോസിറ്റീവായ ചില സംഗതികളാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവർക്ക് തന്നെ മാതൃകയാക്കാൻ കഴിയുന്നില്ല അവരുടെ സ്ഥാനാർത്ഥികളും മണ്ഡലങ്ങളിലും ഒക്കെ ഇത്. അപ്പോൾ ഇത്തരം ഇതിനിടയിലും അതിനിടയ്ക്ക് ഇടതു സർക്കാർ ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കിയിരുന്നു. പ്രോഗ്രസ് കാർഡ് ഇറക്കി, അതും സ്വാഗതാർഹമായിട്ടുള്ള ഭാവിയിലുള്ള സർക്കാരുകൾ മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പാക്കിയോ എന്നുള്ളത് ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള അതാണ് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത്. അതും പോസിറ്റീവായിട്ടുള്ള സംഗതി തന്നെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഗവൺമെൻറ്റിനെ വിശകലനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്. അതിൻ്റെ പ്രവർത്തനം അത് എത്രമാത്രം എഫക്റ്റീവായിരുന്നു, ഇവർ പറയുന്നത് പോലെ പ്രോഗ്രസ് കാർഡിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയോ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്ന് പ്രതിപക്ഷം മോണിറ്റർ ചെയ്യണം. അത് ഇല്ല എങ്കിൽ കൃത്യമായി ഇത് ചൂണ്ടിക്കാണിക്കണം. അതൊക്കെയാണ് ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാകേണ്ട ആരോഗ്യകരമായ സംഗതികൾ. അത് പക്ഷേ പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കുന്ന നിരുത്തരവാദിത്വവും ഒക്കെ തന്നെയാണ് അതിലെ പ്രശ്നങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 23 ദിവസങ്ങളാണ് പരസ്യപ്രചാരണത്തിൽ ലഭിച്ചത്. കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ രാഷ്ട്രീയ രംഗത്ത് ചൂടുപിടിച്ച ചർച്ചകളാണ് നടത്തിയത്. എങ്കിലും വിവാദങ്ങളുടെ വിളവെടുപ്പ് മാത്രമായി കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ പരസ്യപ്രചാരണം മാറിയോ എന്നുള്ളതാണ് നമ്മൾക്ക് മുമ്പിലുള്ള ഒരു ചോദ്യം.
ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമായ, എത്രത്തോളം പ്രൊഡക്റ്റീവായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രചാരണ കാലയളവിൽ നടന്നു എന്നുള്ളത് ചർച്ചയാക്കേണ്ട വിഷയം തന്നെയാണ്.